അതിൽ പവർ കൂട്ടി കൊടുക്കണ സർക്യൂട്ടാണ് ഇത്. കണ്ട 12 വോൾട്ട് മുതൽ 24 വോൾട്ട് വരെ കൊടുക്കാം. ഇത് പോസിറ്റീവ്, ഈ നെഗറ്റീവ്. ഇത് സൈനുഡയോഡ് 5.6 വോൾട്ട്. അപ്പോൾ ഈ പറഞ്ഞ 6 വോൾട്ട് ലോക്ക് കഴിയുമ്പോൾ 5 വോൾട്ട് മാത്രം ഉണ്ടാകും. ഇത് ഫിക്സഡ് റെസിസ്റ്റൻസ് 3055 ട്രാൻസിസ്റ്റർ. 3055 NPN ആണ്. ഇതിൻ്റെ ഇത് ബേസ്, ഇത് എമിറ്റർ, ഇത് കളക്ടർ. അതായത് ബേസ് പി പോസിറ്റീവ്, എമിറ്റർ നെഗറ്റീവ്. ഇവിടെ പി എൻ അവിടെ 5 വോൾട്ട് ഉണ്ടാവും, ആംബിയറുള്ളത്. അത് നല്ല പവറുള്ള കറണ്ടുള്ളത് ഉണ്ടാക്കാറുള്ളത്. ഇത് വേറെ ഇവിടെ ഉണ്ട് NPN ട്രാൻസിസ്റ്റർ. ഇതൊക്കെ അതിൽ പണ്ടതാണ് DC 547, 548, 549. ഇത് സാധാരണ ചെറിയ ട്രാൻസിസ്റ്ററാണ്. എന്താ ഇതിങ്ങനെ വരുമ്പോൾ ഇതിന് ബേസിൽ 555 IC പൾസ് വരുമ്പോൾ ഇതിൽ ഒരു റെസിസ്റ്റൻസ്, ഇതിൻ്റെ ലോഡ് ഇവിടെ കൊടുക്കാൻ വാങ്ങുക. മീറ്റർ ഇതും PNP ആണ്. അല്ല NPN വേണ്ട, NPN. അതിൻ്റെ അടിയിലേക്കും ഇവിടെ ലോഡ് മോൾ ഭാഗത്ത് കളക്ടറുള്ള ലോഡ് വരെ വാങ്ങണം. എത്ര ഇതിന് 6 വോൾട്ട് കൊടുത്താൽ മതി. വോൾട്ട് കൊടുത്താൽ ഈ ബാറ്ററിയിലേക്ക് 5 കണ്ടക്ട് ചെയ്ത്. പിന്നെ ഇത് PNP ട്രാൻസിസ്റ്റർ നടുക്കിൽ ബേസിൽ 10 ഈ എമിറ്റർ അത് പോസിറ്റീവ് ആവും. ഇത്ര ലോഡ് വരണം ഇതിൽ ടോട്ടൽ. ഇതിൽ മോൾ ഭാഗത്ത് ലോഡ്, ഇവിടെ അടിഭാഗത്ത് ലോഡ്. 557, 558 ഒക്കെ ഉണ്ട് PNP. ഇതിൻ്റെ ട്രാൻസിസ്റ്ററിൻ്റെ സെൻറ്ററിലാണ് ഇതിൻ്റെ ബേസ് വരിക. പവർ കൂടിയതിൻ്റെ ബേസ് ഇടത് ഭാഗത്ത് ഒരു എൻഡിലാവുള്ളൂ. സെൻറ്റർ ഇതിലൊക്കെ ഈ ട്രാൻസിസ്റ്ററിൻ്റെ സെൻറ്ററിലെ ബേസ്, അപ്പുറത്ത് കളക്ഷൻ ബേസ്. വേറെ സൈസ് ഇത് ന്യൂട്രൽ, എർത്ത്, ഫേസ് അല്ലേ. ഇതിങ്ങനെ പോസിറ്റീവ് ഓരോ LED എവിടേക്ക് നെഗറ്റീവ് പോയാലാ പോസിറ്റീവ് പോയാലാ ഏതെങ്കിലും സപ്ലൈ എർത്തില്ലെങ്കിലാ ഇതൊക്കെ LED കാണിക്കും. ഇതിൽ ഓരോന്ന് എർത്തിന്ന് ഇത് LED ആരോ ഇതിട്ടേക്കുന്നത്. ഇത് ഡയോഡ് ഫേസിങ് വന്നിട്ട് ഒക്കെ ഒരേ റെസിസ്റ്റൻസ് 52K. ഇവിടെ മാത്രം എന്നിട്ട് അത് നെഗറ്റീവ് ന്യൂട്രലിലേക്ക് പോകണം. ഇത് എർത്തിന്ന് ഇതിലേക്ക് വരുന്നത്. ഡയോഡിൻ്റെയും LEDയുടെയും സെൻറ്ററിലിത്. പിന്നെ വേറൊരു 555 IC. ഇതിൻ്റെ ഇത് കപ്പാസിറ്റർ കൂടുന്നതിനനുസരിച്ച് ലൈറ്റ് കൂടുതലും കുറവായിട്ട് മതി. വാല്യൂ കൂടുന്നതിനനുസരിച്ച് 25 വോൾട്ടാകും. നാഗപ്പാടാകെ ഒരു 6 വോൾട്ട് 9 വോൾട്ട് കുറയ്ക്കുന്നത്. അപ്പോൾ കാരണം 100 MF കപ്പാസിറ്ററിൻ്റെ വാല്യൂ. അത് കൂട്ടണം കുറയ്ക്കുന്നതനുസരിച്ച് ഇതിൻ്റെ ലൈറ്റിൻ്റെ സ്പീഡ് കൂടുതലും കുറയാവും. എന്താണ് ഈ IC ഇങ്ങനെ വരിക, ഔട്ട്പുട്ട് ഇങ്ങനെ വന്ന് മൂന്നാമത്തിലേക്ക് ഇതിങ്ങനെ നെഗറ്റീവ്, അടിയിൽ നെഗറ്റീവ്, പോസിറ്റീവ് വരുമ്പോൾ നെഗറ്റീവിലേക്കുള്ളത് കണ്ടക്ട് ചെയ്യും. ഇവിടെ പോസിറ്റീവ് വരുമ്പോൾ ഇതിലേക്കുള്ളത് കണ്ടക്ട് ചെയ്യും. ആ സമയം ഇവിടെ കണ്ടക്ട് ചെയ്യില്ല. ഇവിടെ നെഗറ്റീവ് പൾസ് വന്നാലാ പോസിറ്റീവ്, നെഗറ്റീവ് പൾസ് വേണ്ട. ഈ അടിയിലത്തെ വരകളാണ് നെഗറ്റീവ്. അങ്ങനെ ആയി കഴിഞ്ഞാൽ നെഗറ്റീവ് അങ്ങനത്തെ നെഗറ്റീവ് പൾസ് ഈ ലൈനിൽ കൂടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ പോസിറ്റീവ് ആവും. അപ്പോൾ ഇത് കത്തും. ഇതിൽ പോസിറ്റീവ് പൾസ് ഈ മുകളിലത്തെ പ്ലസ് കണ്ട ഇത് അത് വന്നു കഴിഞ്ഞാൽ ഇത് കത്തും. പിന്നെ വേറെ ട്രിപ്പ് പോയോണ്ട് ആ ട്രിപ്പ് പോയിൻ്റെ ഈ മൂന്നാമത്തെ നേരിട്ട് കൊണ്ടുപോകാം പുറത്തേക്ക് എടുത്തിട്ട് അതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് പോസിറ്റീവും നെഗറ്റീവിലും റെസിസ്റ്റൻസുകൾ അല്ല LED ഇട്ട് കഴിഞ്ഞാൽ ഒരെണ്ണം പ്ലസ് ഒരെണ്ണം മൈനസ്. അപ്പോൾ ഇപ്പുറത്ത് പ്ലസ് ഇവിടെ മൈനസ് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നെഗറ്റീവ് പൾസ് വരുന്ന സമയത്ത് ഈ ലൈറ്റുകൾ അതും പോസിറ്റീവ് പൾസ് വരുന്ന സമയത്ത്
മറ്റേ ഈ ലൈറ്റ് പോസിറ്റീവ് നെഗറ്റീവ് ആക്കിയിട്ട് ഡയോഡ് പ്രൊട്ടക്ഷനുള്ള ഇതൊക്കെയുള്ള